ആരാണ് ഫിർഔൻ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയആ യസ്തളിഉ ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ്. ഭൗതിക ലോക ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിച്ചതാകുന്ന വ്യക്തിയായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. സമ്പത്ത് കുമിഞ്ഞൂടിയപ്പോ പടച്ചറബിനെ മറക്കുകയാണ്. അഹങ്കാരിയായി, ധിക്കാരിയായി, തെമ്മാടിയായി ഭൗതിക ലോകത്ത് വലിയ ഉത്തുംഗമാകുന്ന സോപാനത്തിൽ വിരാജിച്ചുകൊണ്ട് റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കഴിയുകയാണ്. അല്ലാഹു പറയുകയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഈ ദുനിയാവിൽ ഏറ്റവും അഹന്ത വെച്ചുകൊണ്ട്, അഹങ്കാരം വെച്ചുകൊണ്ട് ജീവിച്ചതായ വ്യക്തി ആരെന്നറിയുമോ? അത് ഫിർഔനാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന റസാസിം എന്ന പേരുള്ളതാകുന്ന റംസീസ് രണ്ടാമനാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. അവരെ മുഴുവനും അടക്കി ഭരിക്കുന്ന വ്യക്തി. മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ഈ ഫിർഔൻ, അവന്റെ പേര് റസാസിം എന്നാണ്. ഇന്നും ഈജിപ്തിലേതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലും ഈജിപ്തിലേതാകുന്ന മിക്ക കടകളിലൂടെയും പേരുകൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പോലും വർഷങ്ങൾക്കിപ്പുറം 3000-4000 സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഫിർഔനിൻ്റെതാകുന്ന പേരുകളാണ് ഇപ്പോഴും അവിടെയുള്ളത്. റസാസിം ടെക്സ്റ്റൈൽസ് മിക്ക കടകളിലും പോയി നോക്കി. അള്ളാഹു നമുക്ക് ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് പോകാൻ, ഒരുപാട് മഹാന്മാരുടെ, മഹത്തുക്കളുടെ, അമ്പിയാക്കളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ആ പുണ്യഭൂമിയിലൊന്ന് പോകാൻ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്ന മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മഹദിയറുൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല, ബഹുമാനപ്പെട്ടവരുടെ ശിരസ് അടക്കം ചെയ്യപ്പെട്ടതായ പുണ്യമാക്കപ്പെട്ട നഗരമാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവിടെ ഒന്ന് പോകാൻ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഒരുപാട് മഹാന്മാർ, സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദാകുന്ന വക്കീ റളിയല്ലാഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാർ, ഔലിയാക്കൾ അന്ത്യവിശ്രമം ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ട നഗരമാണ് ഈജിപ്തിന്റെ നഗരം. അവിടെ ഇപ്പോഴും കടകളിലുള്ള മിക്ക കടകളുടെയും പേര് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് അവസാനം ചെങ്കടൽ കൊണ്ടുവന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നതാകുന്ന ഫിർഔൻ എന്ന് പറയുന്നതാകുന്ന അവന്റെ പേരാണ് റസാസിം. അവന്റെ പേര് ഇപ്പോഴും ഇട്ടുണ്ടടക്കുക. ആലോചിച്ചു നോക്ക്. കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടവൻ. ഒരു സാദാസീത വ്യക്തിയല്ല. സമ്പത്ത് അഹങ്കരിച്ചപ്പോ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവനാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഭൂമിയിൽ വലിയ അഹങ്കാരിയായി, ധിക്കാരിയായി ജീവിച്ചവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. യഥാർത്ഥത്തിൽ ഇവന് ഈ സമ്പത്ത് എവിടുന്നാ കിട്ടിയത്? അതറിയണം. ഇവന്റെ അസിൽ എവിടുന്നാണ്? ഇവൻ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരനല്ല, മറ്റൊരു രാജ്യക്കാരനാണ്, ഇറാഖുകാരനാണ്. ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തവനാണ് ഫിർഔൻ, അഥവാ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ച റസാസിം, റംസീസ് രണ്ടാമൻ എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാകുന്നവൻ. മനസ്സിലാക്കണം. ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്ന് അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന ഫറോവയുടെ മുന്നിൽ വന്ന് കൈനീട്ടി ഓച്ചാനിച്ച് എന്തെങ്കിലും തായോ എന്ന നിലയ്ക്ക് കൈനീട്ടി യാചിച്ചവനാണ്. ഒരു ജോലിക്ക് വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവനാണ്. അവസാനം കലിവ് തോന്നിയതാകുന്ന അക്കാലഘട്ടത്തിലെ ഫിർഔനാകുന്ന അവിടുത്തെ രാജാവ് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ ശവക്കോട്ടയുടെ കാവൽക്കാരനായിട്ട് തരാം. അങ്ങനെ ശവക്കോട്ടയ്ക്ക് കാവൽ കൊടുക്കുക. ശവക്കോട്ട അറിയാലോ. അന്നുള്ള ശവക്കോട്ട എന്ന് പറഞ്ഞാൽ ഇന്നും ചില മതത്തിൽ ചില ആളുകളുണ്ട്, എല്ലാ ആഭരണങ്ങളും ആർഭാടത്തോടു കൂടിയുള്ള നിലയ്ക്കുള്ള കബറടക്കം നടത്തും. അന്നും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്ന് കബറടക്കാൻ, അവന് വലിയ വസ്ത്രവും വലിയ ആഭരണങ്ങളും ഒക്കെ അണിയിച്ചു കൊണ്ടുവന്ന് കബറടക്കാൻ, അങ്ങനെ ശവക്കോട്ടയ്ക്ക് കൊണ്ടുവന്ന് കാവൽ ഏർപ്പെടുത്തി. ശവക്കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ വന്നവനാണവൻ. അവിടെ നിന്ന് റസാസിം എന്ന് പറയുന്ന അവൻ പിന്നീട് ആളുകളെ കൊണ്ടുവന്ന് കബറടക്കുമ്പോൾ ഓരോ ദിർഹം വീതം കൈക്കൂലിയായി കൈപ്പറ്റാൻ തുടങ്ങി.
പണി തുടങ്ങാൻ, ചില്ലറ ഒപ്പിക്കാൻ തുടങ്ങാൻ, ദുന്യാവിനോടുള്ള അമിതമായ ഭ്രമം. രാജാവ് അറിയാതെ തന്നെ പതുക്കെ പതുക്കെ തുടങ്ങാണ് പരിപാടി. കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞു രാജാവ് രോഗശൈലിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നാട്ടിൽ വലിയ ഒരു മാരകമാകുന്ന വസൂരി പിടിപെട്ടു. വലിയൊരു രോഗം. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി മരിക്കാൻ. 10,000-ന് പുറത്തുള്ള ജനാസ ആ ശവക്കോട്ടയുടെ മുന്നിലേക്ക് വന്നു. അടക്കം ചെയ്യപ്പെടണം. ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവർക്കൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാം. പക്ഷേ റസാസിം എന്ന് പറയുന്ന ആ സഹോദരൻ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓരോ ജനാസയ്ക്കും 10 ദിർഹം വീതം എന്റെ കയ്യിൽ തരണം. ചിലർക്ക് 25 ആക്കി, ചിലരുടേത് 30 ആക്കി. ഇരട്ടിക്ക് പൈസ വാങ്ങാണ്. കാരണം കുഴിച്ചിടൽ നിർബന്ധമാണല്ലോ. ഒരാൾ മരിച്ചാല് പിന്നെ ആരും പുറത്തു വെച്ചിരിക്കൂല. അതുപോലെയുള്ള സ്നേഹബന്ധം പോലെയല്ല, മരിച്ചാൽ പിന്നെ മണ്ണെ കൊണ്ട് അടക്കണം. ശവക്കോട്ടയിൽ കൊണ്ടുവന്ന് അടക്കാൻ വേണ്ടി ഒക്കെ ആളുകൾ കൊണ്ടുവന്ന് കൈക്കൂലി കൊടുത്തു. 10,000-കണക്കിന് ജനാസ അടക്കി തീരുമ്പോഴത്തേക്ക് നാട്ടിലെ ഇടത്തരം വലിയ സമ്പന്നതയിലേക്ക് അവനെത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കിട്ടുന്ന പൈസ ആവശ്യമില്ലാതെ ചെലവഴിക്കൂല, എപ്പോഴും സൂക്ഷ്മതയുള്ളവനാണ്. അവൻ അതെടുത്തിട്ട് എന്ത് ചെയ്തു? നാട്ടിലുള്ളതാകുന്ന രാജാവിൻ്റെതാകുന്ന കിങ്കരന്മാരായി നിലകൊള്ളുന്ന പട്ടാളക്കാർക്ക് കൈക്കൂലിയായി കൊടുത്ത് പട്ടാളത്തിനുള്ളിൽ പതുക്കെ കയറിപ്പറ്റി. ജോലി അങ്ങോട്ടേക്ക് പതുക്കെ മാറാൻ തുടങ്ങി. പട്ടാളത്തിനുള്ളിൽ നിന്നു പട്ടാളത്തിന്റെ ചിട്ടകളും കാര്യങ്ങളും പഠിച്ചു. അതിന്റെ ഫോഴ്സുകളെ മുഴുവനും അവൻ വശീകരിച്ചു വെച്ചു. അവസാനം കൈക്കൂലി കൊടുത്തുകൊണ്ട് തന്നെ പട്ടാള മേധാവി സ്ഥാനം സൈന്യാധിപനായി അവൻ കയറി. അങ്ങനെ കയറി നിലകൊള്ളുന്ന സമയത്താണ് അക്കാലഘട്ടത്തിലേതാകുന്ന രാജാവ് ഫിർഔൻ മരണമടയുന്നത്. മരണമടഞ്ഞ തക്കം നോക്കി സൈന്യത്തെ മുഴുവനും വരുത്തിക്കൊണ്ട് രാജ്യത്തിലുള്ള ജനങ്ങളെ മുഴുവനും അടിച്ചമർത്തിക്കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവി അവൻ കൈയടക്കാൻ. ഒരു കാലഘട്ടത്തിൽ ഇറാഖിലെ ഒരു സാധാരണക്കാരനായി നിലകൊണ്ടവൻ നമ്മുടെ നാട്ടിൽ ബംഗാളികളൊക്കെ വന്ന് അതിഥി തൊഴിലാളികളായി നാട്ടിൽ വന്ന് വിലസുന്നത് പോലെ മറുനാട്ടിലേക്ക് ഈജിപ്തിന്റെ മണ്ണിലേക്ക് വന്ന് ജോലി അന്വേഷിച്ച് വന്ന് ശവക്കോട്ടയുടെ കാവൽക്കാരനായി നിലകൊണ്ട് അവസാനം ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തിയായി ഫിർഔൻ എന്ന് പറയുന്നതാകുന്ന സമുന്നതമാകുന്ന പദവിയിലേക്ക്, രാജാധികാരത്തിലേക്ക് കയറിയവനായി അവൻ മാറി എന്നുള്ളതാണ് അവന്റെ ചരിത്രം. സമ്പത്ത് അവന്റെ കൈകളിലേക്ക് മുഴുവനും വന്നു ചേർന്നു. അറിയണം നമ്മൾ. അതാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ വേറൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ഫിർഔൻ. ഇന്നും ലോകത്ത് പല രാഷ്ട്രീയ പ്രമുഖർ പോലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയ്ക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതാകുന്ന തരത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കാരണം ഫിർഔനിൻ്റെതാകുന്ന ഭരണപരിഷ്കാരമായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, ജനങ്ങളെ പല തട്ടിലാക്കി മാറ്റുക. ഇതാരാണ് ആദ്യം തുടങ്ങി വെച്ചത്? ഫിർഔനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ദുനിയാവിൽ അഹന്തയുടെ അഹങ്കാരത്തിന്റെ ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങളെ പല തട്ടിലാക്കുകയാണ്, പല പാർട്ടികളാക്കി മാറ്റുകയാണ്. സവർണ മേധാവിത്വം മാത്രമായി അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളുകയാണ്. സവർണരാകുന്ന ആളുകൾക്ക് മാത്രമേ, അഥവാ നാട്ടിലുള്ള ഏറ്റവും ധനികരാകുന്ന ജനങ്ങൾക്ക് മാത്രമേ അവൻ മുഖദർശനം നൽകാറുള്ളൂ. പാവപ്പെട്ടവനെ കാണുകയില്ല, അവന്റെ വിഷമങ്ങളും സങ്കടങ്ങളും തീർക്കാനില്ല. നാട്ടിലുള്ളതാകുന്ന ഈജിപ്തിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങളെ, ധനമില്ലാത്തതാകുന്ന ആളുകളെ, അവർണരാകുന്ന ആളുകളെ, ദലിതരാകുന്ന ആളുകളെ, പിന്നോക്ക വിഭാഗങ്ങളെ പരിപൂർണമായി അടിച്ചമർത്തിക്കൊണ്ട് ഭരണം നടത്തിയവനാണ് ഫിർഔൻ എന്ന് വിശുദ്ധമായ ഖുർആൻ. يستضيف طائفة منكم يذبح أبناءكم. നാട്ടിലേക്ക് പ്രസവിച്ച് വീഴുന്നതാകുന്ന ഏത് ഉമ്മ പ്രസവിച്ചിടുന്നുണ്ടോ അവിടേക്ക് ചെല്ലുകയാണ്. അത് ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ സെക്കൻഡ് ബൈ സെക്കൻഡിൽ കഴുത്ത് അറുത്തു കൊല്ലുകയാണ്. യുദബ്ബിഹു അബ്നാഅകും. എനിക്ക് നാളെയുടെ ലോകത്തേക്ക് ഇവന് ഭീഷണിയായി വരുമോ എന്ന് ചിന്തിച്ച് ഫിർഔനതാ കഴുത്തറുത്തു കൊല്ലാൻ ഓർഡറിടുകയാണ്. 10,000
ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ റൗഡിയാണ്, ഏറ്റവും മോശപ്പെട്ടതായ വ്യക്തിയാണ്. പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. തീർന്നില്ല. അഹങ്കാരിയായി ജീവിക്കുക മാത്രമല്ല, ധിക്കാരിയായി ജീവിക്കുക മാത്രമല്ല, ജനങ്ങളെ മുഴുവനും ഭിന്നിപ്പിച്ച് ഭരിക്കുക മാത്രമല്ല, അവൻ പാവപ്പെട്ടതാകുന്ന കുട്ടികളെ ആൺകുട്ടികളാണെന്നറിഞ്ഞാൽ അറുകുല നടത്തുക മാത്രമല്ല, പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അനുവദിക്കുകയും അവരുടെ മാനത്തിന് വില പറയുകയും ചെയ്യുകയാണ്. വലിയ വലിയ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ്, ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്നവനാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ലോകരോട് വിളിച്ചു പറഞ്ഞുവത്രേ, അന റബ്ബുകുമുൽ അലാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ്, ഈ ലോകത്തിന്റെ പരിപാലകൻ, ഈ ലോകത്തിന്റെ സർവേശ്വരൻ, ഈ ലോകത്തിന്റെ സർവാധിപതി, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുത്ത് നിലകൊള്ളുന്നവൻ ഞാനാണ്. അന റബ്ബുകുമുൽ അലാ, അന റബ്ബുകുമുൽ അലാ. ലോകത്ത് ഒരു ഏകാധിപതിയും ഒരു സ്വേച്ഛാധിപതിയും ഇന്ന് വരെ പറയാത്ത, ഒരധികാരത്തിന്റെ സവർണ മേധാവിത്വം കയ്യേന്തിയായ ഒരാൾ പോലും ഇന്ന് വരെ അവകാശപ്പെടാത്തതായ വാക്കാണ് ഫിർഔൻ പറഞ്ഞത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നും പാവപ്പെട്ട അവർണരെ, ഇന്നും പാവപ്പെട്ട ദലിത് വിഭാഗത്തെ, ഇന്നും പാവപ്പെട്ട മുസ്ലിമീങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഇന്നും രാജ്യത്തിലുടനീളമുണ്ട്. വ്യക്തമായി നമുക്ക് തിരിച്ചറിവുള്ളതാണ്. എന്നാൽ പഠിച്ചു വെക്കണേ, അവർ പോലും അവകാശപ്പെടാത്തതായ ഒരു വാക്കാണ് ഫിർഔൻ ലോകത്തോട് പറയുന്നത്. അന റബ്ബുകുമുൽ അലാ, അന റബ്ബുകുമുൽ അലാ. ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ്, ഏറ്റവും സംരക്ഷകൻ ഞാനാണ്, ലോകം മുഴുവനും അടക്കി ഭരിക്കാൻ ശേഷിയുള്ളവൻ ഞാനാണ്. അവൻ ലോകത്തോട് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു എന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. ഈജിപ്തിലൂടെ നദിയിലൂടെ ഒഴുകുന്ന, ഈജിപ്തിന്റെ ഓരത്തിലൂടെ ഒഴുകുന്നതായ ലോകത്തെ ഏറ്റവും നീളമുള്ളതാകുന്ന നദിയില്ലേ നൈൽ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന നൈൽ നദിയെ കുറിച്ച് അവൻ ലോകത്തോട് പറയുകയാണ്. അല്ലയോ ജനങ്ങളെ, ഈ കാണുന്നതായ നൈൽ നദിയില്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി. എന്റെ ആജ്ഞ മൂലമാണ് ഇത് നടക്കുന്നത്, എന്റെ ചുവട്ടിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത് മനോഹരമായി ഒഴുകുന്നത്. നോക്കൂ നിങ്ങൾ, അഹങ്കാരിയായി ധിക്കാരിയായി വർത്തിച്ചു എന്ന് മാത്രമല്ല, ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുക മാത്രമല്ല, നൈൽ നദിയെക്കുറിച്ച് അതിൻ്റെതാകുന്ന അധികാരം എൻ്റെ കൈകളിലാണ് എന്നും അവൻ സമർത്ഥിക്കാൻ. ഈജിപ്തിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു മനസ്സിലാക്കണം. ആരെങ്കിലും പറയാറുണ്ടോ? നമ്മുടെയൊക്കെ രാജ്യത്ത് ആരെങ്കിലും അവകാശപ്പെടാറുണ്ടോ? ഗംഗ, യമുന ഇതൊക്കെ എൻ്റെ അധീനതയിൽ ഒഴുകുന്നതാണ്. ആരെങ്കിലും പറയാറുണ്ടോ? ഭാരതപ്പുഴ എൻ്റെ അധീനതയിൽ ഒഴുകുന്നതാണ്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്തോടെ ഒഴുകുന്നത്, നമ്മുടെ നാടുകളിൽ ഒഴുകുന്നതാകുന്ന തോടുകൾ ഇതൊക്കെ എൻ്റെ അധീനതയിലാണ്. ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയാറില്ല. ലോകത്തെ ഏറ്റവും നീളം കൂടിയതാകുന്ന നദിയുടേതാകുന്ന ഒഴുക്കിനെ അവൻ അവകാശപ്പെട്ടു, ഇതെന്റെ ആജ്ഞപ്രകാരം ഒഴുകുകയാണ്. എന്നാൽ നിങ്ങൾ അറിയണം, നൈൽ നദിയെക്കുറിച്ച് ഇന്നും ശാസ്ത്രം ഗവേഷണം നടത്തുന്നു, നിരീക്ഷണം നടത്തുന്നു. ലോകം മുഴുവനും വലിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നൈൽ നദിയുടെ ഉത്ഭവം എവിടുന്നാണെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നൈൽ നദി അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്ത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല. ശാസ്ത്രം ഇത്രയേറെ പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും പരിവേഷണങ്ങളും ഒക്കെ നടത്തി ബഹിരാകാശ രംഗത്ത് ചന്ദ്രയാൻ 3 അയച്ച് വലിയതാകുന്ന വിക്ഷേപണം നടത്തി കൊയ്തതാകുന്ന ഇന്ത്യ അടക്കമുള്ളതാകുന്ന മുഴുവൻ ആളുകളും, ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ആ വിഷയത്തിൽ മുട്ടുമടക്കുന്നു.
ഓരോ വെള്ളത്തിനും അതിന്റെ ഒരു ഉത്ഭവം വേണം. നൈൽ നദിയുടെ ഉത്ഭവം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. 1400 വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തെരഞ്ഞന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല, അതിന്റെ ഉത്ഭവം സ്വർഗമാണ്, അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒഴുകുന്ന നദിയാണ് നൈൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എവിടുന്നാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇത്രയേറെ പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ളതാകുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ നദിയെ കുറിച്ച് തന്നെ ഫിർഔൻ പറയുന്നത്, ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തഅഖിലൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്റേതാകുന്ന ചുവടോടുകൂടി നടക്കാൻ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ ഒഴുകുന്നത് എന്നവൻ അവകാശപ്പെട്ടു. ഇത്ര അഹങ്കാരിയായ മനുഷ്യൻ ലോകത്തൊരു മനുഷ്യനുണ്ടായിട്ടില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന ആളുകളെ അവനെ ശിക്ഷിക്കുകയാണ്. വഫിറഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, വഫിറഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഫിർഔനിനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളെ അവൻ കടന്നു പിടിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന് മരുപ്പച്ചയിലേക്ക് കടക്കുകയാണ്, മരുഭൂമിയിലേക്ക് കടത്തുകയാണ്, പരിപൂർണമായി വസ്ത്രമഴിച്ചെടുക്കുകയാണ്, ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലേക്ക് കടത്തുകയാണ്. അവരെ വേദനിപ്പിക്കുകയാണ്. ശരീരമാസകലം പൊള്ളലേറ്റതാകുന്ന അവരെ വീണ്ടും അതാ പച്ച മരപ്പലകയുടെ മുകളിലേക്ക് കടത്തുകയാണ്. തല മുതൽ കാലിന്റെ നഖം വരെ ആണി കൊണ്ട് അടിക്കുകയാണ്. വഫിർഔന ദിൽ ഔതാദ്. അല്ലാഹു പറയാൻ, ആണിയുടയവനായ ഫിർഔൻ എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആണിയെടുക്കും. ആരെങ്കിലും എതിര് പറഞ്ഞാല് വേഗം അങ്ങോട്ട് കൊന്നുകളയാൻ പറയൊന്നുമില്ല. കൊന്നുകളഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, റോഴ് പോവാണല്ലോ, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാണ്. ഒരാളെ കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ആദ്യം കടത്തും തുണിയില്ലാതെ. അപ്പൊ ചുട്ടുപഴുത്തിട്ട് മേലാകെ പൊള്ളി ഹറാബായിട്ടുണ്ടാവും. എന്നിട്ട് അവിടുന്ന് പിന്നെ കൂടെ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് പലകയുടെ പുറത്തോട്ട് കടത്തിയിട്ട് എന്ത് ചെയ്യാൻ, കൈയുടെ വിരലുകൾ ഇങ്ങനെ ഓരോ വിരലിന്റെ ഭാഗത്ത് ഇങ്ങനെ ആണി അടിച്ചടിച്ചടിച്ചടിച്ചടി ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടുന്ന് ഇങ്ങനെ അടിക്കും, തലക്കടിക്കും, ഇവിടുന്ന് ഇങ്ങനെ അടിക്കും, നെഞ്ചത്തെല്ലാം അടിക്കും. വലിയ ആണികളാണ്. അല്ല നമ്മൾ കാണുന്ന മറ്റേ ചെറിയ സ്കൂട്ടർ, ചെറിയ സാധനമൊന്നും അല്ല, വലിയ ആണി. ഓരോ ഏത് പാർട്സിന് പറ്റിയതാണോ അതിന് പറ്റിയ സൈസ് വലിയ ആണി കൊണ്ടുവന്ന് അടിച്ചടിച്ച് കയറ്റുക. അതിനവന് കിങ്കരന്മാർ റെഡിയാണ്. കാരണം പട്ടാളത്തെ മുഴുവനും അടക്കി ഭരിക്കാൻ അവന്റെ മുകളിലേക്ക് ഇനി ഒരാളുമില്ല, എല്ലാവരെയും അടക്കി ഭരിച്ച് നിലകൊള്ളാൻ. ഖുർആൻ പറയുന്നു, ഫിർഔന ദിൽ ഔതാദ്, ആണിയുടയവനാകുന്ന ഫിർഔനായിരുന്നു അവൻ. പറയാൻ ഒരുപാടുണ്ട് അവന്റെ കുരുത്തക്കേടുകൾ. ചുരുക്കി പറഞ്ഞാൽ, സമ്പത്ത് അള്ളാഹു കൈവെള്ളയിലേക്ക് കൊടുത്തപ്പോ അള്ളാഹുവിനെ മറന്നു എന്ന് മാത്രമല്ല, ഞാനാണ് റബ്ബി എന്ന് വാദിച്ചു. അവിടെയാണ് വിഷയം. ഞാൻ അഹങ്കരിച്ച് വലിയ ആളായിട്ട് നടക്കല്ല. സമ്പത്ത് കൂടുമ്പോൾ സ്വാഭാവികമായി അഹങ്കാരം വരും. അങ്ങനെയാണല്ലോ. പണ്ട് പള്ളിക്കകത്ത്, മണ്ണൻകുഴി പള്ളിക്കകത്തിരുന്ന് ദിക്ർ ചൊല്ലി ഉസ്താദിനോട് ദിക്റും വാങ്ങിയിട്ട് സലാത്തും ചൊല്ലി നടന്നതാകുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ വലിയതാകുന്ന ധനികനായപ്പോ അള്ളാഹയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഇല്ലേ? ഉണ്ട്. പിന്നെ പള്ളിയില്ല, പള്ളിക്കാരില്ല, മാസവരിയില്ല, മദ്രസയ്ക്ക് വരുമാനമില്ല, ഒരു കാര്യത്തിന് ഹാജിയാരില്ല. ഹാജിയാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാജിയാർ ഓടിക്കുക. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. പണം കൂടുമ്പോ അഹങ്കാരിയായി മാറും. ഞാൻ വലിയ സംഭവമാണ്, എന്റെ കാൽച്ചുവട്ടിലാണ് എന്തൊക്കെ ഓടുന്നത് എന്നൊരു തോന്നല് വരും. അത് തന്നെയാണ് ഫിർഔനും വന്നത്. കാൽച്ചുവട്ടി കൂടെ നൈൽ നദി ഓടുന്നതായിട്ട് തോന്നി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പണക്കാരനാകാൻ ശ്രമിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പറ്റി? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അന റബ്ബുക്കുമൽ അലാ, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഫിർഔൻ, ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ, ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ.
വരുന്നതാകുന്ന ജനവിഭാഗങ്ങൾക്കും കഴിഞ്ഞുപോയ ജനകോടികൾക്കും മാതൃക എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിലുള്ള എലികളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ, വീട്ടുകാരെ മുക്കിക്കൊല്ലുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നവനെ ചെങ്കടലിൽ മുക്കിക്കൊന്നില്ലയോ? ഫിർഔനെ അല്ലാഹു കൊന്നുകളയുകയാണ്. വെള്ളത്തിൽ എലിക്കുഞ്ഞിനെ കൊന്നുകളയുന്നത് പോലെ നിന്യമായി നിസാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, കാലാകാലം അവന്റെ ബോഡിയെ ഇന്നും അല്ലാഹു സൂക്ഷിക്കുകയാണ്. ഈജിപ്തിൽ നിങ്ങൾ പോയി നോക്കണേ, അവിടെ മ്യൂസിയത്തിൽ അവന്റെ ശരീരം വ്യക്തമായി കാണാൻ സാധിക്കുകയാണ്. ജനകോടികൾ വന്നുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്തളത്തിൽ കയറിയിട്ട് മ്യൂസിയത്തിൽ കിടക്കുന്ന ആ ഫിർഔനിന്റെ ശരീരം ഒന്ന് കാണുകയാണ്. ഈ വിനീതനം പലവട്ടം കണ്ടുപോയിട്ടുണ്ട്. നമുക്കൊന്ന് കാണണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന ഫിർഔൻ ഒരു സാദാസീത വ്യക്തിയല്ല, അഹങ്കാരിയായി ധിക്കാരിയായി നടന്നു എന്ന് മാത്രമല്ല, പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചുകൊണ്ട് നടന്നു എന്ന് മാത്രമല്ല, ഞാനാണ് റബ്ബി എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, ഞാനാണ് രക്ഷിതാവ്, ഈ ലോകം മുഴുവനും നടക്കുന്നത് എന്നിലൂടെയാണ് എന്ന് അഹന്ത വെക്കാനുള്ള കാരണം പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചതിന്റെ കാരണമാണ്. ലോകം മുഴുവനും മാതൃകയാക്കാൻ വേണ്ടി ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ, വരാനിരിക്കുന്ന ജനകോടികൾക്കും കഴിഞ്ഞുപോയ ജനസഹസ്രങ്ങൾക്കും വലിയ പാഠമായിട്ട് അല്ലാഹു അവന്റെ ശരീരത്തെ സൂക്ഷിക്കുകയാണ്. ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അവൻ കിടക്കുന്ന കിടപ്പ് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. എന്തിനാണ് പ്രിയപ്പെട്ട മുസ്ലിമത്തെ അല്ലാഹു ഈ രീതിയിൽ ഒരു പരീക്ഷണം അവന് നൽകിയത്? സമ്പത്ത് കൊണ്ട് പടച്ച റബ്ബിനെ മറന്നതിന്റെ കാരണമാണ്, അഹങ്കാരിയായി ജീവിച്ചതിന്റെ കാരണം കൊണ്ടാണ്. സമ്പത്തുണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷെ അള്ളാഹയെ മറന്ന് ജീവിക്കും, അതാണ് അപകടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയാണ് കാശ് വന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ തന്നെയാണ്.